പ്രിയ സ്നേഹിതരെ, എൻ്റെ അയൽക്കാരൻ ആരാണെന്ന് ഒരാൾ ക്രിസ്തുവിനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ശരിക്കും നമ്മുടെ ശത്രു ആരാ? നമുക്കെതിരായി തീരുന്ന ആരും ശത്രുവാണ്. അൻ എനിമി ഈസ് എനിവൺ ഹു ടേൺസ് അഗെയിൻസ്റ്റ് അസ്. രക്തബന്ധങ്ങൾക്കിടയിലും സൗഹൃദ വലയങ്ങൾക്കിടയിലും ഏത് നിമിഷവും അങ്ങനെ ഒരാൾ രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന്. അവരോടുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്? ലോകം പറയുന്നത് അവരെ വെറുക്കണമെന്ന്, ക്രിസ്തു മോഹിക്കുന്നത് സ്നേഹിക്കണമെന്ന്. ലോകം ഉത്ബോധിപ്പിക്കുന്നത് അവരോട് പ്രതികാരം ചെയ്യണമെന്ന്, എന്നാൽ ക്രിസ്തു ആഗ്രഹിക്കുന്നത് ക്ഷമിക്കണമെന്ന്. ലോകം കൽപ്പിക്കുന്നത് അവരെ അവഗണിക്കണമെന്ന്, എന്നാൽ ക്രിസ്തു ഇഷ്ടപ്പെടുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. നമുക്ക് മോശം അനുഭവങ്ങൾ പകർന്നു തരുന്നവരോട് 3 വിധത്തിൽ പെരുമാറാമെന്നേ. ആദ്യത്തേത് ലോകം കാണിച്ചു തരുന്ന മാർഗം തന്നെയാണ്. അവരെ വെറുക്കാം, പിന്നെ പകരം വീട്ടാം. അതിലൂടെ വലിയ ആത്മസാക്ഷാത്കാരമൊന്നും ഉണ്ടാകില്ല. രണ്ടാമതായി, അവരോടുള്ള വെറുപ്പും ദേഷ്യവും പ്രകടിപ്പിക്കാതെ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കാം. അതങ്ങനെ ഉള്ളിൽ ഉരുകി നമ്മളതിൽ ഇല്ലാതായിത്തീരും. മൂന്നാമതൊരു മാർഗമുണ്ട്, തികച്ചും ദൈവികമാണത്. അവരോട് ക്ഷമിച്ച് ദൈവമേ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായി മാറാം. ദൈവത്തിൻ്റെ നിതാന്ത പദ്ധതിയെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവിടുന്ന് അനുവദിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ശത്രുക്കൾ കടന്നു വരുന്നത്. ദൈവം അനുവദിച്ചത് കൊണ്ടല്ലേ സാത്താൻ ജോബിനെ കടന്നാക്രമിച്ചത്? ക്രിസ്തു അനുവദിച്ചത് കൊണ്ടല്ലേ ആദ്യ ശിഷ്യന്മാർക്ക് പീഡനങ്ങളുണ്ടായത്? ഇന്നും ദൈവം അനുവദിക്കുന്നത് കൊണ്ടാണ് സഭയ്ക്കും ക്രൈസ്തവർക്കുമെതിരെ ലോകത്തിൻ്റെ ശത്രുത പെരുകുന്നത്. നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തികളും നിൻ്റെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നതാണെന്നേ. ദാവീദിൻ്റെ ജീവിതത്തിൽ സാവൂൾ രാജാവ്, സാംസൺ ഫിലിസ്ത്യർ, എലിയ പ്രവാചകനെ ജസബേൽ. ദൈവം ഓരോരുത്തരെയും നമ്മുടെ ജീവിതത്തിലേക്ക് പറഞ്ഞു വിടുന്നത് ആത്മീയതയിൽ കൂടുതൽ പരിപോഷിക്കപ്പെടുവാൻ വേണ്ടി തന്നെയാണ്. ബിഹൈൻഡ് യുവർ എനിമി സ്റ്റാൻഡ്സ് ദ ഹാൻഡ് ഓഫ് ഗോഡ്. അവരുടെ കൈപ്പനുഭവങ്ങൾ ദൈവം അനുവദിക്കുന്നത് അതിൽ നിന്നും നന്മ കൊയ്യാനാണെന്നേ. സത്യമായും ശത്രുക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ പോരായ്മകൾ തിരിച്ചറിയുവാൻ, ദൈവത്തിൽ അടിയുറച്ച് ആശ്രയിക്കുവാൻ, നമ്മുടെ അഹന്തയെ ഇല്ലായ്മ ചെയ്യുവാൻ, എളിമപ്പെടുത്തുവാൻ. ആകയാൽ നമുക്ക് ലഭിച്ച ശക്തികൾ ഓർത്ത് നന്ദി പറയാനാകണം. താങ്ക് ഗോഡ് ഫോർ യുവർ എനിമി. അപ്പോൾ ക്രിസ്തുവിൻ്റെ കുരിശിലെ പ്രാർത്ഥന നമ്മുടേത് കൂടിയാകും. പിതാവേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ. ആമേൻ.